ഇപ്പൊ ഏകദേശം ബോധ്യപ്പെട്ടു ആർക്ക്? കുമാരന്. ആ വല്ലഭൻ എന്തായാലും ഭീമൻ തന്നെയായിരിക്കും. കങ്കൻ തീർച്ചയായിട്ടും യുധിഷ്ഠിരൻ തന്നെയായിരിക്കും. പക്ഷെ എന്നിട്ടും ഒരു ചെറിയൊരു സംശയം കുമാരൻ ഇപ്പോഴും ഉണ്ട്. അങ്ങ് അർജുനാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അർജുന്റെ 10 പേരുകൾ എന്ന് പറയും. ആ 10 പേരുകളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു. അർജുനൻ പറഞ്ഞു, രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കുന്നതിന് മുമ്പേ ഞാൻ ഒരുപാട് ആ രാജ്യത്തിലെ ധനം ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ പേര് ധനഞ്ജയൻ എന്നാണ്. ഞാൻ ഒരിക്കലും യുദ്ധത്തിൽ നിന്നും ശത്രുക്കളെ തോൽപ്പിക്കാതെ പിന്മാറാറില്ല. അതുകൊണ്ട് എൻ്റെ പേര് വിജയൻ എന്നാണ്. പിന്നെ എൻ്റെ കുതിരകൾ അത് വെളുത്ത കുതിരകളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്തൊരു പേര് ശ്വേതവാഹനൻ. പിന്നെ ഞാൻ ഉത്തര ഫാൽഗുണ നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പേര് ഫാൽഗുണി എന്നാണ്. പിന്നെ എൻ്റെ കൊടിയടയാളം സാക്ഷാൽ ദേവേന്ദ്രൻ എനിക്ക് നൽകിയതാണ്. അതുകൊണ്ട് എൻ്റെ പേര് കിരീടി എന്നാണ്. എന്നോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭയാനകമായിരിക്കും. അതുകൊണ്ട് എന്നെ എല്ലാവരും ഭീഭത്സു എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ 2 കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് എൻ്റെ പേര് സാവ്യസാക്ഷി എന്നുണ്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് ആർക്കും പിടിച്ചിരിക്കാൻ കഴിയത്തില്ല, ആർക്കും എൻ്റെ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. പിന്നെ എൻ്റെ പേര് അർജുൻ എന്നാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഓരോ പ്രവൃത്തികളും ഏറ്റവും പരിശുദ്ധമായി. പിന്നെ എൻ്റെ അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ടും ഒരു അർജുൻ്റെ നിറവും ഏകദേശം കാർവർണ്ണനാണെന്ന് പറയുന്നു. അതുകൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് കൃഷ്ണ എന്നുള്ളൊരു പേരും കൂടെ നൽകിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ 10 പേരുകൾ എന്ന് അർജുൻ പറയുന്നത്.